മലപ്പുറം തൂതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 8 വയസ്സുകാരന്റെ മൃതദേഹം പൊന്നാനിയിൽ കണ്ടെത്തി. കൊടുമുണ്ട സ്വദേശി അബ്ദുൽ ഹക്കീമിന്റെ മകൻ സയ്യിദാണ് മരിച്ചത്. സഹോദരൻ സഹലിനൊപ്പം കാളിയാർവട്ടം കടവിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് സയ്യിദ് ഒഴുക്കിൽപ്പെട്ടത്. വ്യാഴാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായ. സോണൽ, ഇപ്പോൾ ഒഴുക്കിൽപ്പെട്ട കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ പൊന്നാനിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് നൽകാവുന്ന വിവരങ്ങൾ? ഏറ്റവും സങ്കടപ്പെടുത്തുന്ന വിവരം തന്നെയാണ് സ്മൃതി. കഴിഞ്ഞ ദിവസമാണ് ഉമ്മയുടെ വീട്ടിലേക്ക്, അതായത് കൊപ്പം പൈലിപ്പുറത്തുള്ള ഉമ്മയുടെ വീട്ടിലേക്ക് ഇത്തരത്തിൽ ഈ സഹദും കുടുംബവും വിരുന്ന് ചെല്ലുന്നത്. അങ്ങനെ സായാഹ്നത്തിൽ ആ തൂതപ്പുഴയുടെ ഓരത്ത് അവർ വിശ്രമിക്കാൻ വേണ്ടി പോയതാണ്. ഫാമിലി ഉൾപ്പെടെയുള്ളവരാണ് പോയത്. ആ സമയത്ത് തൂതപ്പുഴയിൽ ഇറങ്ങി കളിച്ച സഹദ് പെട്ടെന്ന് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഈ കുട്ടിയെ രക്ഷിക്കാൻ സഹോദരനായിട്ടുള്ള സഹല് അതിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സഹലും ഒഴുക്കിൽപ്പെടുന്നു. അങ്ങനെ ഈ പരിസരത്തുണ്ടായിരുന്ന ഉമ്മയുടെയും വെല്ലുമ്മയുടെയും ഒക്കെ കരച്ചിൽ കേട്ടാണ് ആ പരിസര പ്രദേശത്തുള്ള ആളുകൾ ആ പുഴയിലേക്ക് ചാടി സഹലിനെ രക്ഷപ്പെടുത്തുന്നത്. പക്ഷേ സഹദിനെ എപ്പോഴും രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. പിന്നീട് പട്ടാമ്പിയിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ, അതായത് ഈ സഹദിനെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. 8 വയസ്സ് മാത്രമാണ് ആ കുട്ടിക്ക് പ്രായമുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ പൊന്നാനി പുഴയോരത്ത് ആ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ പരിസര പ്രദേശത്തുൾപ്പെടെ തിരച്ചിൽ നടത്തുകയായിരുന്നു. അതിനിടയിലാണ് ബോട്ടുകൾ നിർത്തിയിടുന്ന പ്രദേശത്ത് ഈ കുട്ടിയുടെ 8 വയസ്സുകാരൻ്റെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും മൃതദേഹം പൊന്നാനി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്മൃതി.